Good morning. Today going to talk about capital budgeting appraisal methods. The main methods, capital budgeting appraisal ആയിട്ടുള്ള പല മെത്തേഡുകൾ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ പല മെത്തേഡുകളുണ്ട്. പേ ബാക്ക് പീരീഡ് മെത്തേഡ്, ഡിസ്കൗണ്ടർ ക്യാഷ് ഫ്ലോ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. മൂന്നെണ്ണമാണ് മേജർ മെത്തേഡ്സ്. പേ ബാക്ക് പീരീഡ് മെത്തേഡ്, ഡിസ്കൗണ്ടർ ക്യാഷ് ഫ്ലോ മെത്തേഡ്, അക്കൗണ്ടിങ് റേറ്റ് ഓഫ് മെത്തേഡ്. ഈ ഡിസ്കൗണ്ട് ക്യാഷ് ഫ്ലോ മെത്തേഡിൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്, പ്രസൻറ്റ് വാല്യൂ ഇൻഡെക്സ് മെത്തേഡ്, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്, അങ്ങനെ മൂന്നെണ്ണവും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ട്രഡീഷണൽ മെത്തേഡായിട്ട് കൺസിഡർ ചെയ്യുന്നത് പേ ബാക്ക് പീരീഡ് മെത്തേഡും അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് അല്ലെങ്കിൽ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡുമാണ് നമ്മൾ ട്രഡീഷണൽ മെത്തേഡ്. അതായത് ഡിസ്കൗണ്ടിങ് ഫാക്ടർ ഒന്ന്, അതായത് നമ്മൾ മുന്നേ പറഞ്ഞു മണിയുടെ വാല്യൂ ഓരോ വർഷം ചെല്ലുന്തോറും കുറഞ്ഞുകൊണ്ടിരിക്കും. വാല്യൂ കുറയുമ്പോഴാണ് കൂടുതൽ എമൗണ്ട് നമുക്ക് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഇൻഫ്ലോസ് കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ നമ്മളത് മോഡേൺ മെത്തേഡ്സാണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് എന്ന് പറയുന്നത്. മറ്റ് ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഡിസ്കൗണ്ട് ചെയ്യൊന്നുമില്ല, എത്ര എമൗണ്ട് കിട്ടുന്നുണ്ട് അത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് മെത്തേഡാണ് പേ ബാക്ക് പീരീഡ് മെത്തേഡ്. പേ ബാക്ക് റെഫേഴ്സ് ടു ദ പീരീഡ് വിച്ച് പ്രൊജക്റ്റ് വിൽ ജനറേറ്റ് ദ നെസസറി ക്യാഷ് ടു റീകൂപ്പ് ദ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് നമ്മൾ ഇറക്കിയിട്ടുള്ള 5 lakh rupees ആണ് ഇറക്കിയിട്ടുള്ളത്. ആ 5 lakh എപ്പോഴാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്? നമ്മൾ മാക്സിമം നമ്മൾ വാങ്ങുന്ന ഒരു മെഷീനറിക്ക് 1000 പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഒരു 800 പ്രൊഡക്റ്റെങ്കിലും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് വഴിയോ എന്തെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച് ആ സാധനം നമ്മൾ സെയിൽ ചെയ്യും. അപ്പോൾ നമുക്ക് 800 പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപ ലാഭം കിട്ടും അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഓരോ വർഷത്തെയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ചിലതൊക്കെ ആണെങ്കിൽ ഇനീഷ്യലായിട്ട് തുടക്കത്തിലൊക്കെ കുറച്ച് എമൗണ്ട് മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ പതുക്കെയാണ് കൂടുതൽ എമൗണ്ട് സെയിൽ നടക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതും കൂടി കൺസിഡർ ചെയ്തിട്ട് ഓരോ വർഷത്തെയും പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പേ ബാക്ക് പീരീഡ് മെത്തേഡിൽ ചെയ്യുന്നത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ്, ഓരോ വർഷം കിട്ടുന്ന ഇൻഫ്ലോസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴാണോ മിനിമം പേ ബാക്ക് പീരീഡ്, അതായത് 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 2 ടൈപ്പ് ഓഫ് ബിസിനസ്സാണ് നമ്മൾ തുടങ്ങുന്നത്. ഒന്നെങ്കിൽ ഇത് തുടങ്ങാം അല്ലെങ്കിൽ വേറെ അല്ല, അങ്ങനെ 2-3 ടൈപ്പ് എടുത്തു കഴിഞ്ഞാൽ ഓരോന്നിലും ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നാണ് റിട്ടേൺ തിരിച്ച് കിട്ടുക എന്നുള്ളത് നമ്മൾ അസസ് ചെയ്ത് നോക്കും. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് ഓഫ് പ്രൊജക്റ്റിന് ചിലപ്പോൾ 3 വർഷം കഴിയുമ്പോൾ കിട്ടും, രണ്ടാമത്തെ ടൈപ്പിന് 4 വർഷം, മൂന്നാമത്തെ ടൈപ്പിന് 2 വർഷം. അപ്പോൾ നമ്മൾ ഏത് സെലക്ട് ചെയ്യും? മൂന്നാമത്തെ പ്രൊജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യും. അതായത് നമ്മൾ ഇറക്കിയിട്ടുള്ള എമൗണ്ട് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പെട്ടെന്ന് റീകൂപ്പ് ചെയ്യാൻ പറ്റുന്നത് ഏത് പ്രൊജക്റ്റാണോ ആ പ്രൊജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യും. അതാണ് പേ ബാക്ക് പീരീഡ് മെത്തേഡ്. ഇതാണ് ഫോർമുല, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ്. അത് 2 തരത്തിൽ നമ്മൾ ചെയ്യും. ഒന്ന്, എല്ലാ വർഷവും കിട്ടുന്ന റിട്ടേൺ സെയിം ആവുന്ന ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ആർ ഈക്വൽ ആവുന്ന കണ്ടീഷനും, അതേപോലെ തന്നെ അൺഈക്വൽ ആവുന്ന, അതായത് എല്ലാ വർഷവും കിട്ടുന്ന റിട്ടേൺ ഈക്വലായിട്ട്, അതായത് ഒരേ നമ്പർ ഓഫ് പ്രൊഡക്റ്റാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയാണ് ലാഭം കിട്ടുക, ഓരോ വർഷം കിട്ടുന്ന റിട്ടേൺ സെയിം ആണ്, വലിയ കാര്യമായിട്ടുള്ള വേരിയേഷൻസ് ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ അതാണ് ക്യാഷ് ഇൻഫ്ലോസ് ഈക്വൽ ആവുന്നത്, എല്ലാ വർഷവും കിട്ടുന്ന എമൗണ്ട് സെയിം ആവുന്നത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അൺഈക്വൽ, ഓരോ വർഷം കിട്ടുന്ന എമൗണ്ടിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും, ചിലപ്പോൾ കൂടുതൽ കിട്ടും, ചിലപ്പോൾ കുറവ് കിട്ടും. അപ്പോൾ അതിൽ എത്രയും വേഗം ഈ പേ ബാക്ക് പീരീഡ് വരുന്നത് 3 വർഷം കൊണ്ട് ഇറക്കിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ സെലക്ട് ചെയ്യും. അതായത് ഏറ്റവും വേഗത്തിൽ ഏത് പ്രൊജക്റ്റിനാണോ ഇറക്കിയിട്ടുള്ള എമൗണ്ട് കിട്ടുന്നത് ആ പ്രൊജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യും. അതാണ് പേ ബാക്ക് പീരീഡ് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പ്രൊജക്റ്റ് കോസ്റ്റ് 1 lakh ആൻഡ് ഈൽഡ്സ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ 20,000 ഫോർ 8 years. 8 വർഷം 20,000 രൂപ വെച്ച് കിട്ടും, ഇറക്കുന്ന എമൗണ്ട് 1 lakh ആണ്. അപ്പോൾ നമ്മളതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ലേ ഡിവൈഡഡ് ബൈ ആനുവൽ നെറ്റ് ക്യാഷ് ഇൻഫ്ലോ, നെറ്റ് ഏർണിങ്സ്. അത് എല്ലാ വർഷവും 20,000. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 1 lakh ഡിവൈഡഡ് ബൈ 20,000 ഇടും. അപ്പോൾ നമ്മൾ 5 വർഷം കൊണ്ട് തിരിച്ചു കിട്ടും. ഇനി വേറൊരു പ്രൊജക്റ്റിൽ ഇതേപോലെ തന്നെ 1 ലക്ഷം രൂപ ഇറക്കുകയാണ്, 30,000 വെച്ചിട്ട് കിട്ടണമെങ്കിൽ അതിന് മുന്നേ നമുക്ക് ഈ എമൗണ്ട് തിരിച്ചു കിട്ടും. അപ്പോൾ ഏതാണോ ഈസി ആയിട്ട് വേഗം റീകൂപ്പ് ചെയ്യാൻ പറ്റുന്നത് ആ പ്രൊജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യും. വെൻ ക്യാഷ് ഇൻഫ്ലോസ് ആർ അൺഈക്വൽ ആവുന്ന കണ്ടീഷൻസ്, അതായത്
ഫസ്റ്റ് ഇയർ നമുക്ക് അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 10,000 ഒരു പ്രൊജക്റ്റാണ്. ആദ്യത്തെ വർഷം 2,000, രണ്ടാമത്തെ വർഷം 4,000, മൂന്നാമത്തെ വർഷം 3,000, നാലാമത്തെ വർഷം 2,000. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുക അതൊക്കെ കൂടി കൂട്ടുക എന്ന് പറയുന്നത് ആദ്യത്തെ വർഷം 2,000, രണ്ടാമത്തെ വർഷം 4ഉം 2ഉം കൂടി കൂട്ടിയിട്ട് 6,000, മൂന്നാമത്തെ വർഷം 6,000 കൂടെ 3,000 കൂട്ടി 9,000, നാലാമത്തെ വർഷം 9,000 കൂടെ 2,000 കൂട്ടി 11,000. അപ്പോൾ നമ്മൾ 10,000 ആണ് ഇറക്കണത്. അപ്പോൾ 10,000 ഇറക്കുമ്പോൾ എത്രയാണ്? 10,000 9,000 വരെ കിട്ടുക 3 വർഷം കൊണ്ട് കിട്ടും. പിന്നെ നാലാമത്തെ കൊല്ലം നമുക്ക് കിട്ടുന്നത് 2,000 റുപ്പീസാണ്. അപ്പോൾ എന്താണ്, 1,000 കൂടിയാണ് നമുക്ക് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വേണ്ടത്. അതായത് 10,000 പ്രൊജക്റ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 2,000 പകുതിയാണ് 1,000 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അര കൊല്ലം കഴിയുമ്പോൾ, ഒരു 3.5 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് ആ എമൗണ്ട് തിരിച്ചു കിട്ടും. അപ്പോൾ ഈ പ്രൊജക്റ്റിൻ്റെ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത് 3.5 years ആണ്. ഇനി അതൊരു ഫോർമുല വെച്ചിട്ട് നമ്മൾ ചെയ്യും, ഇയർ പ്ലസ് B/C. ഇയർ എന്ന് പറയുന്നത് പ്രൊസീഡിങ് ഇയർ, അതിൻ്റെ ഫൈനൽ റിക്കവറി വരെ വരുന്ന വർഷം, അതായത് 9,000 വരെ കിട്ടുന്നത് 3 കൊല്ലം കൊണ്ടാണ്. അതാണ് Y എന്ന് പറയുന്നത്. പ്ലസ് ബാലൻസിങ് എമൗണ്ട് 2,000 ആണ് അടുത്ത വർഷം കിട്ടുന്നത്. അതിൽ 1,000 കൂടിയേ നമുക്ക് വേണ്ടോ. ആ 1,000 ഡിവൈഡഡ് ബൈ നാലാമത്തെ വർഷം കിട്ടുന്ന എമൗണ്ട് 2,000. അങ്ങനെ ഇട്ട് നോക്കുമ്പോൾ നമുക്ക് അര കിട്ടും. 3 + അര എന്ന് പറയുന്നത് 3.5 വർഷം. 3 വർഷവും 6 monthsമാണ് അതിൻ്റെ പീരീഡായിട്ട് വേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ പേ ബാക്ക് പീരീഡിൽ നോക്കുക. ഇങ്ങനെ 1-2 പ്രൊജക്റ്റുകൾ തരും. അതിൽ ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്നത് ഏതാണോ അത് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത് യൂസ്ഫുൾ ഇവാലുവേറ്റിംഗ് പ്രൊജക്റ്റ്, ഹൈ അൺസർട്ടനിറ്റി. നമുക്ക് അൺസർട്ടനിറ്റി ഉള്ള പ്രൊജക്റ്റുകളൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഏതിനാണ് വേഗം കിട്ടുന്നത് ആ എമൗണ്ട്, അതായത് പിന്നീട് ഇത് മോഡൽ മാറാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, വേഗം പൈസ തിരിച്ചു കിട്ടുന്ന പ്രപ്പോസൽ ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുക. ദിസ് മെത്തേഡ് ക്ലിയർ ടു നോ പ്രോഫിറ്റ് അറൈസ് വിൽ പേ ബാക്ക് പീരീഡ് ഓവർ വിച്ച് ന്യൂ കമ്പനീസ് ടു ഡിസൈഡ് അബൌട്ട് ദ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻസ്. ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ഇല്ലാത്ത കണ്ടീഷനില്ല, പ്രോഫിറ്റ് ഉണ്ടാവുന്ന പ്രൊജക്റ്റുകളാണ്. സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്, ഈസി ടു വർക്കൗട്ട് ചെയ്യാൻ എളുപ്പമാണ്. റെഡ്യൂസ് പോസിബിലിറ്റി ഓഫ് ലോസ് ആൻഡ് ഒബ്സലൻസ്. പോസിബിലിറ്റി ഓഫ് ലോസ് അതായത് നമ്മൾ പേ ബാക്ക് പീരീഡ് എപ്പോഴാണ് വേഗം കിട്ടണേ എന്നുള്ളത് മാത്രമാണ് നോക്കണതുള്ളൂ. അപ്രോപ്രിയേറ്റ് ലോങ് ടേം ഔട്ട്ലുക്ക് ടു ഹേസി, അതായത് കുറേ കാലം കിട്ടുന്നതിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നില്ല, ഈസി ആയിട്ട് എപ്പോൾ കിട്ടണു എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ഹെൽപ്ഫുൾ ഫോർ ഫേം സഫറിങ് ഫ്രം ലിക്വിഡിറ്റി ക്രൈസിസ്, അതായത് നമുക്ക് ക്യാഷിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് കിട്ടുന്ന പ്രൊജക്റ്റാണ് നമ്മൾ സെലക്ട് ചെയ്യുക. സ്യൂട്ടബിൾ ഫോർ ഫേംസ് എംഫസൈസിങ് ഷോർട്ട് ടേം ഏർണിംഗ് പെർഫോമൻസ്. കുറച്ച് കഴിഞ്ഞാൽ മോഡൽ മാറ്റുകയാണ്, പുതിയ മോഡൽ ഇറക്കുകയാണ്, അങ്ങനെയൊക്കെ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ആ ഷോർട്ട് ടേമിൽ കിട്ടുന്നതാണ് നമ്മൾ കുറച്ചും കൂടി കൺസിഡർ ചെയ്യുക. ഇനി അതിൻ്റെ ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത് റിട്ടേൺ ജനറേറ്റഡ് പ്രൊജക്റ്റ് ആഫ്റ്റർ പേ ബാക്ക് പീരീഡ്. ചിലപ്പോൾ നമുക്ക് റിട്ടേൺ കൂടുതൽ കിട്ടുക, തുടക്കത്തിലൊന്നും അധികം റിട്ടേൺ കിട്ടില്ല, പിന്നീട് കുറച്ച് കഴിയുമ്പോഴേക്കും കൂടുതൽ റിട്ടേൺ കിട്ടി തുടങ്ങും. അത് നമ്മൾ ഈ പേ ബാക്ക് പീരീഡിൽ നോക്കുന്നില്ല എന്നുള്ളതാണ്. ഡസ് നോട്ട് കൺസിഡർ ദ ടൈം വാല്യൂ ഓഫ് ദ മണി. പിന്നെ അതിലെന്തും നോക്കണില്ല, ടൈം വാല്യൂ ഓഫ് ദ മണിയും കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് മെയിനായിട്ട് അതിൻ്റെ ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത്. മറ്റേതൊക്കെ മെറിറ്റാണ്, അതാണ് പേ ബാക്ക് പീരീഡ്. ഓക്കെ, താങ്ക് യു.